ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM അതിന്റെ തെറ്റുതിരുത്തൽ രേഖയിലേക്ക് നയിക്കുന്ന അതിനിർണായക നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ആ ആഘാതം മോദി വിരുദ്ധ വോട്ട് UDF കിട്ടിയതാണ്, ഇന്ത്യ മുന്നണി കിട്ടിയതാണ്, അല്ലാതെ ഭരണവിരുദ്ധമല്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന സമിതിയിലെ വിമർശനങ്ങൾ. കനത്ത പരാജയത്തിന്റെ കാരണങ്ങളിലൊന്ന് ജനത്തിന് സർക്കാരിനോടുള്ള വിരോധം തന്നെയാണ് തുറന്നു പറയുന്നു ചില അംഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളിൽ ക്ലാരിറ്റി ഇല്ലായ്മയ്ക്കെതിരെയൊക്കെ കടുത്ത വിമർശനങ്ങൾ വരുന്ന സംസ്ഥാന സമിതി നാളെ അവസാനിക്കും. ശേഷം തിരുത്തൽ രേഖ. ന്യായങ്ങൾ ഇനിയും പറയാതെ പറ്റിയത് പിഴവാണെന്നും അത് പിണറായിക്കാണെങ്കിലും ആർക്കാണെങ്കിലും തിരുത്തുമെന്നും യോഗങ്ങൾക്ക് ശേഷം ജനത്തോട് തുറന്നു പറയുമോ CPM? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നിലെ മുന്നണി മാറ്റം വേണമെന്ന് CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ ആവശ്യം. LDF നിന്നുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായില്ല എന്ന് പറയുന്നു അവിടുത്തെ ജില്ലാ കൗൺസിൽ അംഗങ്ങൾ. CPIയുടെ 4 മന്ത്രിമാരും പരാജയമാണെന്ന് വിമർശനമുണ്ടാകുന്നു. കേരള കോൺഗ്രസ് മുന്നണിയിൽ വന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല, കൂടുതൽ പരിഗണന കേരള കോൺഗ്രസിന് കിട്ടുന്നു. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിലും ജില്ലാ കൗൺസിൽ വിമർശനം ഉയർന്നു. രാഹുൽ വിജയൻ അതിന്റെ വിവരങ്ങളുമായി ആദ്യം ഒന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ CPMന്റെ ജില്ലാ കൗൺസിൽ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്? അതിൽ CPMനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഭരണപരാജയത്തിനെതിരെയും CPM മന്ത്രിമാർക്കെതിരെയും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു എന്നല്ലാതെ LDF ഇടണം എന്ന ഒരു കടുത്ത നിലപാട് എവിടെയും കേട്ടിരുന്നില്ല. ഇടുക്കി ജില്ലാ കൗൺസിലിൽ ആ ആവശ്യം ഉയരാനിടയായ സാഹചര്യം എന്താണ്? എത്രത്തോളം പിന്തുണ ആ ആവശ്യത്തിനുണ്ട്? രാഹുൽ. ഹാഷ്മി, ഭൂരിഭാഗം അംഗങ്ങളും അതേ അഭിപ്രായത്തോട് യോജിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന CPI എന്തുകൊണ്ട് കേരളത്തിൽ മാറി നിൽക്കണം? കേരളത്തിൽ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുമായി ധാരണയിൽ മത്സരിച്ചിരുന്നെങ്കിൽ CPIക്ക് കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞേനെ എന്നൊരു അഭിപ്രായമാണ് പൊതുവിൽ ഉയർന്നത്. മാത്രമല്ല കേരളത്തിൽ UDFനൊപ്പം നിന്ന ഘട്ടത്തിൽ CPIക്ക് 2 മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണി മാറുകയാണ് എങ്കിൽ കൂടുതൽ പ്രയോജനം ഉണ്ടായേക്കാം എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരം. മാത്രമല്ല മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും രൂക്ഷ വിമർശനവും ഈ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ CPI മന്ത്രിമാർ തികഞ്ഞ പരാജയമാണെന്ന് CPI കൗൺസിൽ യോഗത്തിൽ പറയുകയുണ്ടായി. സ്വന്തം വകുപ്പുകൾക്ക് ആവശ്യമായ പണം പോലും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. ധനവകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ അവസ്ഥയ്ക്കൊക്കെ കാരണമെന്നും ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് ഒരു തരത്തിലും LDFന് ഗുണം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിന് അമിത പ്രാധാന്യം CPIM നൽകുന്നു. അതൊക്കെ വലിയ തിരിച്ചടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു. CPIക്ക്, അതായത് റവന്യൂ വകുപ്പിന് അതിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല, ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രൂക്ഷമായ വിമർശനം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടും PP സുനീറിന് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടും വിമർശനമുണ്ടായി. ആനി രാജയെ പരിഗണിക്കേണ്ടതായിരുന്നു. സാമുദായിക സമവാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള PP സുനീറിന്റെ രാജ്യസഭാ അംഗത്വം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതായിരുന്നു പൊതുവായിട്ട് ഈ CPI ജില്ലാ കൗൺസിൽ ഉയർന്ന വിമർശനം. എന്തായാലും കടുത്ത വിമർശനമാണെന്ന് പറഞ്ഞാൽ LDF ഇടണം, LDF നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇന്ത്യ മുന്നണിയല്ലേ, പിന്നെന്തിനാണ് ഇപ്പോഴും നിൽക്കുന്ന തുടങ്ങിയ ഒരുപക്ഷെ ഒരു കടുത്ത ചർച്ച ഇടുക്കിയിൽ നടക്കുന്നു. അതിന് കൂടുതൽ അംഗങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് അത്ഭുതകരം. എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് ചർച്ച പോയതെന്ന് വരും മണിക്കൂറുകൾ വ്യക്തമാകട്ടെ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവിടെ CPIയുടെ ഇടുക്കിയിൽ മാത്രമല്ല, CPIയുടെ തിരുവനന്തപുരത്താകട്ടെ, പാലക്കാട്ടാവട്ടെ, എറണാകുളത്താകട്ടെ കടുത്ത ഭരണവിരുദ്ധ വികാരം, മുഖ്യമന്ത്രിയുടെ ശൈലിയൊക്കെ പരാജയത്തിന് കാരണമായി എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പോട്ടെ, CPI ആണല്ലോ, ഇവിടെ CPMൽ തിരുവായ്ക്ക് എതിർവായില്ല, ഒക്കെ പിണറായി പറയും പാർട്ടി കേൾക്കും എന്നതായിരുന്നു രാഷ്ട്രീയ വിമർശനമെങ്കിൽ ഇനി ആ വിമർശനം എത്രത്തോളം കതിരാണെങ്കിലും പതിരാണെങ്കിലും ആ കനത്ത പരാജയം CPMന്റെ കണ്ണു തുറപ്പിക്കുന്നുണ്ട്. തിരുത്താതെ മുന്നോട്ട് പോകൽ അസാധ്യമാണ് തിരിച്ചറിവിൽ നടക്കുന്ന ചർച്ചകൾ ആ പാർട്ടിക്ക് ക്രിയേറ്റീവായ ഗുണഫലങ്ങൾ നൽകും എന്ന് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് പ്രതീക്ഷിച്ചുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ? അല്ല, സ്വാഭാവികമായിട്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തിരുത്തലുകൾ വരുത്തി ഈ നാട്ടിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെ. കാരണം CPM ഇല്ലാതായാൽ
ആ സ്പേസിലേക്ക് BJP കടന്നു വരുമെന്നുള്ള ഒരു മതേതര ബോധ്യമുള്ള ഒരാളുടെ ഒരു കൺസേൺ എനിക്കും ആ വിഷയത്തിനകത്തുണ്ട്. പക്ഷേ നാളിതുവരെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ CPIക്ക് അകത്ത് നടക്കുന്ന ചർച്ചയോ CPMനകത്ത് നടക്കുന്ന ചർച്ചയോ ഒന്നും അതിലൊന്നും നമ്മൾ ഭാഗവാക്കല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ കൃത്യമായൊരു മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞു, ആരും രാജി ചോദിച്ചു വരണ്ട എന്ന് പറഞ്ഞത് ആ നിയമസഭയിലിരിക്കുന്ന പ്രതിപക്ഷത്തിന് നിയമസഭാ സാമാജികന്മാരോടല്ല, അത് ഭരണപക്ഷത്ത് തന്നെ ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നിയമസഭാ സാമാജികന്മാരോടും അവരുടെ കക്ഷി നേതാക്കന്മാരോടുള്ള മെസ്സേജാണ് പറയുന്നത്. ഇതൊന്നും വേണ്ട ശ്രീ ഹാഷ്മി, നമുക്ക് ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സർക്കാർ ഇത്രയും കാലമായി 2 തുടർച്ചയായ ടേമുകളിൽ അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാരിന് ഏതെങ്കിലും കേരളത്തിനെ അടുത്ത നൂറ്റാണ്ടിലേക്ക് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഉണ്ടോ? ആകെ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രോജക്റ്റ് തന്നെ എന്താണ്? പാവപ്പെട്ടവന്റെ അടുക്കളയിലേക്ക് അവൻ അനുവാദമില്ലാതെ കടന്നു ചെന്ന് അവനെ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് റോഡിലൂടെ വലിച്ചിഴച്ച് നീക്കിയതിനു ശേഷം അനുവാദമില്ലാതെ അവൻ 4 കല്ല് കൂട്ടി അടുപ്പിന്റെ നടുക്കിലേക്ക് ഇട്ടിരിക്കുന്ന പറയുന്ന നേട്ടം എന്ന് പറയുന്നത് അതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? എന്താ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ അവസ്ഥ? ഇവർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവർ ഇനിയെങ്കിലും ഈ സ്വപ്ന ലോകത്തിൽ നിന്നും പുകഴ്ത്തുപാട്ടുകളിൽ നിന്നും മാറി യാഥാർത്ഥ്യബോധത്തോടു കൂടി തിരിച്ചറിയേണ്ട കാര്യം ഏറ്റവും അടിസ്ഥാനപരമായ പൊതുവിതരണ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താ? ഒന്നാമത്, പൊതുവിതരണ കേന്ദ്രങ്ങളിൽ ആവശ്യമായ സാധനങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, ആ ഇല്ലാത്ത സാധനങ്ങളുടെ വില വല്ലാതെ വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, അതും കടന്ന് ആ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ സാധനം ഇല്ല എന്ന് സത്യസന്ധമായി എഴുതി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനെ താക്കീത് ചെയ്യുന്ന അഹങ്കാരത്തിലേക്ക് സർക്കാർ പോയില്ലേ? ഏറ്റവും ഒടുവിൽ ഈ സർക്കാരിൻ്റെ ഒരു ഉദാഹരണം പറയാം. എന്താണ് ഇവരുടെ പ്രയോറിറ്റി? ഇവർ ഇടതുപക്ഷ സർക്കാരാണെന്നാണല്ലോ പറയുന്നത്. എന്ത് ഇടതുപക്ഷ മൂല്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്? ഇവരുടെ പ്രയോറിറ്റി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുവൈറ്റിൽ 50ഓളം മനുഷ്യന്മാർ അഗ്നിബാധയേറ്റ് ദുരന്തത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിന് നേർപകുതി 25ഓളം പേർ മലയാളികളാണ്. ആ മലയാളികളായ സാധു മനുഷ്യന്മാരുടെ, ഈ നാടിന് വേണ്ടി, വീടുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യായുസ് മുഴുവൻ കഷ്ടപ്പെട്ട മനുഷ്യന്മാരുടെ ചേതനയേറ്റ ശരീരം എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഇവരെന്താ ചെയ്തത്? ഇവർ 100-300 ആളുകളെ വിളിച്ചുകൂട്ടി മൃഷ്ടാന ഭക്ഷണം നൽകി ലോക കേരള സഭ എന്ന് പറയുന്ന പൊങ്ങച്ച സദസ്സ് നടത്തുകയല്ലായിരുന്നു അതേ സമയത്ത് ഇവർ ചെയ്തത്? ലൈഫ് മിഷൻ പ്രകാരം പുതിയ ഏതെങ്കിലും ഒരു ആപ്ലിക്കന്റിന് വീട് കൊടുക്കുന്നത് ഈ സർക്കാരിന്റെ പരിഗണനാ ലിസ്റ്റിലുണ്ടോ? ഇല്ല. ലൈഫ് മിഷനിൽ പുതിയ ആപ്ലിക്കേഷൻ ക്ഷണിക്കാതിരിക്കുമ്പോൾ തന്നെയാണ് സാധാരണ മലയാളി മനസ്സിലാക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിനകത്തെ പശുക്കൾക്ക് ചുറ്റുമതിലോട് കൂടിയ കാലിത്തൊഴുത്തിന് 42 ലക്ഷം രൂപ മാറ്റിവെച്ചെന്നും ആ പശുക്കൾക്കൊന്ന് ചാണകമിടണമെങ്കിൽ ആ ചാണകം നിക്ഷേപിക്കാനുള്ള ചാണകക്കുഴിക്ക് 7 ലക്ഷം രൂപ മാറ്റിവെച്ചു എന്നുള്ള ദൂരത്ത് ഇവർ കാണുകയല്ലേ? പാവപ്പെട്ട ജനങ്ങൾക്ക് 62 ലക്ഷം മനുഷ്യന്മാർ ആ 7 മാസക്കാലമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ മുന്നിലൂടെയാണ് 1 കോടി രൂപ മുടക്കി ഒരു ആഡംബര അടിയന്തരാവസ്ഥയുടെ ബസ്സുമായിട്ട് വരികയാണ്. അതിൻ്റെയൊക്കെ പ്രഭാത ഭക്ഷണം നമ്മൾ കണ്ടതല്ലേ? കശുവണ്ടി തീയൽ എന്ന് പറഞ്ഞിട്ട് തീയൽ കാണാൻ കഴിയാത്ത രീതിയിൽ കശുവണ്ടി വാരി വിതറിയിരിക്കുന്ന ആർഭാടം തൊട്ട് 4 പടിക്ക് പകരം ലിഫ്റ്റ് വെച്ചിരിക്കുന്ന ആഡംബര ബസ് വരെയുള്ള അടിയന്തരാവസ്ഥ, സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ ഇവിടെ നടത്തി. ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രതിഷേധിച്ച ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരോട് ഇവരെന്താ ചെയ്തത്? ചെടിച്ചട്ടി കൊണ്ട്, ഹെൽമറ്റ് കൊണ്ട്, പോലീസുകാരുടെ ഇരിക്കുന്ന വാക്കി ടോക്കി കൊണ്ട്, പോലീസുകാരുടെ ഇരിക്കുന്ന മുളവടി കൊണ്ട് അവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ ജീവരക്ഷാ സേനയിൽ അംഗങ്ങളാണ്. പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശിഷ്ട സേവാ പതക്കം. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒറ്റയ്ക്കൊരു സമരം നടത്തിയ, ഒരു രാഷ്ട്രീയ ഇച്ഛയുമില്ലാതെ ഒറ്റയ്ക്കൊരു ഒരു ഭിക്ഷാടന പോലൊരു സമരം നടത്തിയ ഒരു മറിയക്കുട്ടിച്ചേട്ടത്തി എന്ന് പറയുന്ന ഒരു വന്ധ്യവയോധിക, അവരെ അധിക്ഷേപിക്കുന്ന വെർബൽ ഡയറി നടത്തിയത് അവരുടെ കൊച്ചുമക്കളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കഴിഞ്ഞ ദിവസം ശ്രീ MV ജയരാജനെ പോലെയുള്ള പാർട്ടി നേതാക്കന്മാർ വിമർശിച്ച പോരാളി ഷാജിമാരല്ലേ? അന്ന് മറിയക്കുട്ടിച്ചേട്ടത്തിയെ ചട്ടിമറി എന്ന് വിളിച്ച് ആക്ഷേപിച്ച് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ അവരെ പുലഭ്യം പറയുമ്പോൾ ഈ MV ജയരാജൻ എന്ന് പറയുന്ന പാർട്ടി നേതാവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക നമ്മൾ കണ്ടില്ലല്ലോ. വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ ഗ്രാൻറ്റുകളും മുടങ്ങിക്കിടക്കുകയാണ്. വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാൻഡ് മുടങ്ങിയെന്ന് മാത്രമല്ല, ഉച്ചക്കഞ്ഞ് പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഈ സർക്കാരിന്റെ കാലത്താണ് SFIക്കാർ സിദ്ധാർത്ഥനെ പോലെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഇഞ്ചിഞ്ചായി കൊന്ന് കെട്ടിത്തൂക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ആ കൊല്ലുന്ന SFIക്കാരനെ സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ വീട്ടിലൊരു സാധാരണ വീടിന്റെ മണ്ടയ്ക്ക് ചോർച്ച ഉണ്ടായാൽ അതിന് മുകളിൽ ഒരു ഷീറ്റ് ഇടണമെങ്കിൽ അതിന് വരെ പെർമിറ്റ് ഫീസും അതുപോലെ തന്നെ ടാക്സും വർദ്ധിപ്പിച്ചതിന് ശേഷം 25 ലക്ഷം രൂപയ്ക്ക് മുഖ്യമന്ത്രിക്ക് നീന്തൽക്കുളം പണിയുകയും ഈ മന്ത്രിമന്ദിരങ്ങളിൽ കത്തലിടാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്യുന്നത് ഈ കേരളത്തിന്റെ പൊതുസമൂഹം കാണുകയല്ലേ? ഇപ്പം നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീ ഹാഷ്മി, നിങ്ങളുടെ വീട്ടിലൊന്ന് വിളിച്ചു ചോദിക്കണം. നിങ്ങളൊരു മധ്യവർഗ സമൂഹത്തിൽപ്പെടുന്ന ആളാണല്ലോ ഞാൻ, നിങ്ങളുമെല്ലാം. നമ്മുടെയൊക്കെ വീട്ടിലെ കറണ്ട് ചാർജ്, പവർ KSEB ചാർജ് എത്രയാണ്? ചമ്പൽ കൊള്ളക്കാരെ വെല്ലുന്ന രീതിയിലാണ് KSEB കൊള്ളയടിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് സർക്കാരിന് കാശുണ്ടാക്കാൻ വേണ്ടി ഈ കൊള്ളയടി നടത്തുമ്പോഴാണ്
കേരളീയം എന്ന പേര് പറഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡുകൾക്ക് ചുറ്റും ഇല്ലുമിനേഷൻ ലൈറ്റ് വെക്കാൻ വേണ്ടി മാത്രം 40 ലക്ഷം രൂപ എന്റെയും നിങ്ങളുടെയും പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. പഠിച്ചു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലില്ല. അവർ തിരുവനന്തപുരത്ത് നമ്മുടെ എല്ലാം മുന്നിലൂടെ അവർ ഭിക്ഷയെടുത്ത് സമരം ചെയ്തു, അവർ മുട്ടിലെറിഞ്ഞ് സമരം ചെയ്യുന്നു. കരിമഷി പോലുള്ള റോട്ടിൽ, ചുട്ടുപൊള്ളുന്ന റോട്ടിൽ പുഷപ്പ് എടുത്ത് സമരം ചെയ്യുന്ന ആ ഉദ്യോഗാർത്ഥികൾ നിൽക്കുമ്പോഴാണ് പിൻവാതിലിലൂടെ പാർട്ടി സഖാക്കന്മാർക്ക്, ലക്ഷക്കണക്കിന് സഖാക്കന്മാർക്ക് ഇവിടെ പിൻവാതിൽ നിയമനങ്ങൾ നൽകിയത്. ICUവിലെ പീഡനം, ICUവിൽ പീഡനം നടക്കുന്നു എന്ന് മാത്രമല്ല, ആ പീഡനത്തിനെതിരായിട്ട് സാക്ഷി പറഞ്ഞിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകയായ വ്യക്തിക്ക് അവരെ ഈ സർക്കാർ പ്രതികാര നടപടി എടുക്കുന്നു. കസ്റ്റഡി മരണങ്ങൾ സാർവത്രികമാകുന്നു. പുറത്തെന്താ പോലീസിന്റെ പണി? പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ, ശ്രീ പിണറായി വിജയന്റെ കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുണ്ടാ മാഫിയ നേതാക്കന്മാരുടെ മാഫിയ സൽക്കാരങ്ങളിൽ പോയിരിക്കുമ്പോൾ ഇവിടെ ഗുണ്ടകൾ നമ്മുടെയൊക്കെ കയ്യും കാലും വെട്ടിയെരിഞ്ഞ് ഇങ്ങനെ യഥേഷ്ട വിഹരിച്ചു. അല്പസമയത്തിന് അഡ്വക്കേറ്റ് ബി എൻ അസ്കർ കൂടെ നമ്മൾ ലൈവായി ചർച്ച ചെയ്തു. അതിനു മുമ്പ് ഞാൻ അസ്കറിലേക്ക് ഒന്ന് ഫോണിൽ ഞാൻ അസ്കറിലേക്ക് ഒന്ന് പോകുന്നു. അസ്കർ ട്രെയിനിലാണ്. അല്പസമയത്തിന് ലൈവായി തന്നെ ചർച്ചയിൽ ചേരും. ശ്രീ ബി എൻ അസ്കർ, ഇവിടെ MB ഗോവിന്ദൻ നൽകിയ റിപ്പോർട്ട് വിമർശനാത്മകമാണ്. അതിന്മേൽ ചർച്ചകൾ ഇന്നും നാളെയുമോ നടക്കുന്ന സംസ്ഥാന സമിതിയിൽ നടക്കുകയാണ്. എന്തായാലും ഈ കാരണഭൂതൻ വാഴ്ത്തിപ്പാട്ട്, ദൈവസമാനമായ സ്തുതിപ്പാട്ട്, സൂര്യൻ ചന്ദ്രൻ, ദൈവത്തിന്റെ വരദാനം എന്നൊക്കെയുള്ള ഇടതുവിരുദ്ധ പരിപാടികളിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുന്നു CPM എന്ന് കരുതാമോ? സഖാവേ പിണറായി, അങ്ങയുടെ ഭരണപരാജയവും ഈ കൊടിയ തോൽവിക്കൊരു കാരണമാണ് എന്ന് പേടിയില്ലാതെ ചൂണ്ടിക്കാണിച്ചു തുടങ്ങി CPM സംസ്ഥാന സമിതി അംഗങ്ങൾ എന്ന് കരുതാൻ സമയമായോ ശ്രീ ബി എൻ അസ്കർ? ഹാഷ്മി, നിശ്ചയമായി ഇതൊരു തുറന്നു പറച്ചിലുടെ കാലഘട്ടം കൂടിയാണ്. ആ തുറന്നു പറച്ചിലുകളിലാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അത് അങ്ങ് നാളെ കഴിയുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായി അതിനെ സംബന്ധിച്ച് ഒരു മാധ്യമങ്ങളുമായി സംവാദമുണ്ടാകും. ഞങ്ങൾ തിരുത്തുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ്. തിരുത്തലുകൾ എന്ന് പറയുന്നത് നിശ്ചയമായും തിരുത്തിയേ മതിയാകൂ എന്ന ഘട്ടത്തിലാണ്. സംസ്ഥാന ഗവൺമെന്റ് ഭരണ വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയും അത് തുറന്ന് ചർച്ച ചെയ്യുന്നുള്ള ധൈര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. സംവാദത്തിന് കഴിഞ്ഞ കുറേ നാളുകളായി സംവാദത്തിന് CPM ഇടമില്ലാതിരുന്നു എന്ന വലിയ വിമർശനമാണ് ഞങ്ങളെപ്പോലുള്ളവർ ഉന്നയിച്ചിരുന്നത്. ആ സംവാദത്തിന്റെ ഇടം ഇപ്പോൾ സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉണ്ടായിരിക്കുന്നു എന്നത് അല്ല ഭാസ്കർ, ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ എന്താണ്, ലോക്സഭയിലേക്ക് പോകുന്ന മന്ത്രി രാധാകൃഷ്ണന്റെ വകുപ്പുകൾ കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ഇപ്പോഴും പാർട്ടി സംവിധാനത്തെ നയിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് പാർട്ടിക്കുള്ളിലെ തന്നെ ഉണ്ടാകുന്ന സ്വയം വിമർശനം. ആ മുഖ്യമന്ത്രി പറയുന്ന, സഭയ്ക്കുള്ളിൽ പറയുന്നത് എന്താണ്? ഇത് മോദി വിരുദ്ധ വോട്ട് മാത്രമാണ്, ആ മോദി വിരുദ്ധ വോട്ടിന്റെ ഗുണം UDFന് കിട്ടിയെന്ന് മാത്രമാണ്. ആ തെറ്റ് ചൂണ്ടിക്കാട്ടിയ ഒരു പാവം പാതിരിയെ വിവരദോഷി എന്ന് വിളിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. അപ്പോൾ ആ മുഖ്യമന്ത്രിയെ പിണറായി വിജയനോട് അതൊന്നുമല്ല കാരണം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ സർക്കാർ നടത്തുന്ന തെറ്റായ നയങ്ങളടക്കം ഈ പരാജയത്തിന് കാരണമാണെന്ന് തിരുത്തിക്കാനുള്ള കെൽപ്പ് സംസ്ഥാന സമിതിക്ക് ഇപ്പോൾ ഉണ്ടോ എന്നങ്ങ് പ്രതീക്ഷ വെക്കുന്നുണ്ടോ ഭാസ്കർ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും ഇത്തരത്തിൽ തന്നെയാണ്. ഭരണ തുടർച്ചയെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു ഏകാധിപത്യ സ്വഭാവം കൃത്യമായി ഈ CPMന്റെ സംസ്ഥാന സമിതിക്കും സംസ്ഥാന ഗവൺമെന്റും വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത ഇപ്പോൾ പാർട്ടി തിരിച്ചറിയുന്നു. തിരിച്ചറിവാണല്ലോ പാർട്ടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ നടാടെയാണ് ഇത്തരത്തിൽ പുറത്ത് CPMന്റെ നേതാക്കളുടെ പുറത്ത് സംസാരിക്കുന്നതും CPM സംസ്ഥാന സമിതിയിൽ സംസാരിക്കുന്നതും അപ്പൊ തന്നെ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നേരത്തെ ഇത്തരം ഒരു സാഹചര്യമല്ല. ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ ഇത്തരം ചർച്ചകൾ പുറത്ത് മാധ്യമങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന ജാഗ്രത കാണിക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഇത്തരം ചർച്ചകളെ സംബന്ധിച്ചും പാർട്ടി നേതാക്കന്മാർ, അത് പല ഘട്ടങ്ങളിൽ പല സമിതികളിലുള്ള നേതാക്കന്മാർ മാധ്യമങ്ങളുമായി സംവദിക്കുമ്പോൾ വിമർശനാത്മകമായി നിലപാടുകൾ പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് കൂടി ആലോചിക്കും. ശരി ഭാസ്കർ, ഞാൻ അങ്ങനെയൊക്കെ നമ്മൾ അല്പസമയത്തിനകം ചർച്ചയിൽ ലൈവായി ചേരും എന്നാണ് കരുതുന്നത്. അങ്ങ് തീവണ്ടി യാത്രയിലാണ്, അല്പസമയത്തിനും എത്തുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അവിടെ നരേന്ദ്രമോദിക്കും അത് വിമർശനകാലമാണ്. എന്താണ്, അഹങ്കാരം നല്ലതല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു മോഹൻ ഭഗവത്. രാമഭക്തർ അഹങ്കാരികളായതിന്റെ ശിക്ഷയാണ് 240 ഒതുക്കിയതെന്ന് പറയുന്നു മറ്റൊരു RSS നേതാവ്. ഹ്യൂമിലിറ്റി ആൻഡ് സിവിലിറ്റി എന്ന് പറഞ്ഞാൽ വിനയവും പൗരധർമ്മവും തിരികെ കൊണ്ടുവരാൻ സഹായകരമാകട്ടെ കൊയലിഷൻ ഭരണം എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു രാം മാധവ്. തോൽവിയോളം പോകുന്ന നിറംകെട്ട വിജയത്തിൽ BJP കണക്കിന് പ്രഹരിക്കുന്നു ഓർഗനൈസറുടെ ലേഖനം. അപ്പോൾ ഈ അധികാരത്തിന്റെ കുത്തക പിടിക്കുന്നവർക്കൊക്കെ ഒരു മോശകാലമാണെന്ന് തോന്നുന്നു ശ്രീ ബി ഗോപാലകൃഷ്ണൻ. BJPക്ക് എന്തായാലും മോശക്കാലമൊന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്ന് ഉയർന്നു വന്ന ഫീനിക്സ് പക്ഷിയെ പോലെയാണ്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളാ തെറ്റ് തിരുത്തും. തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്, ആ തെറ്റുകൾ തിരുത്തിയിട്ടാണല്ലോ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. CPM അങ്ങനെയല്ല. CPMലെ തെറ്റ് തിരുത്തൽ എന്ന് പറയുന്നത് അത് ചരിത്രപരമായിട്ടുള്ള ഒരു പരിഹാസമാണ്.
ഒരു തെറ്റ് തിരുത്തുന്നത് വേറൊരു തെറ്റിലേക്കാണ്. അതാണ് CPM-ൻ്റെ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾ CPM-നെയും BJP-യും കമ്പയർ ചെയ്യാൻ പോകുന്നത് തന്നെ വലിയ അബദ്ധമാണ്. കാരണം CPM ഒരു കാലത്ത് എന്തായിരുന്നു ഈ പാർട്ടി? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM ആരാണ് ആഫ്റ്റർ നെഹ്റു ഹൂ എന്ന് ചോദിക്കുമ്പോൾ ആഫ്റ്റർ നെഹ്റു CPM-ലെ വലിയ നേതാവിനെയാണ് ഉയർത്തി കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് CPM തകർന്ന് ഉപ്പുവെച്ച കലം പോലെ ഒന്നുമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ തകർച്ച ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു പരിണാമമാണ്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ 2004 തൊട്ട്, ഞാനത് കൂടുതൽ ദൂരത്തേക്ക് പോകണ്ട, 2004 മുതലുള്ള CPM-ൻ്റെ വോട്ട് വിഹിതവും CPM-ൻ്റെ ഓരോ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഓരോ പ്രാവശ്യത്തെ CPM-ൻ്റെ അംഗസംഖ്യകളുടെ എണ്ണം നിങ്ങൾ എടുത്തോളൂ. 2004 ഉണ്ടായതിൽ നിന്ന് എത്രയോ കുറഞ്ഞു 2009. 2009 നിന്ന് എത്രയോ കുറഞ്ഞു 2014. അവസാനം ഒരു തിരി വെച്ചിട്ടാണെങ്കിൽ ഒരു തരിയേം കൊണ്ടാണ് 2014 പോയത്. 2019 നിന്ന് 2024 വരുമ്പോഴുള്ള സ്ഥിതി എന്താ? ഈ കഴിഞ്ഞ 2014 തൊട്ട് 2024 വരെയുള്ള 10 വർഷത്തെ, കേവലം 10 വർഷത്തെ CPM-ൻ്റെ വോട്ട് വിഹിതം നോക്കിയാൽ അതിൽ വന്നിട്ടുള്ള ഇറോഷൻ നിങ്ങൾ പഠിക്കുക. ഏതാണ്ട് 10% വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് കുറഞ്ഞു? BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ഓൾ ഇന്ത്യ തലത്തിലും കേരളത്തിലും വോട്ട് വർധനവ്. അതുകൊണ്ട് ഞാൻ BJP പറഞ്ഞല്ല, ഞാൻ ചോദിച്ചത് നരേന്ദ്രമോദിയാണ്. ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് CPM-നെയും അല്ല, പിണറായി വിജയനെ തന്നെയാണ്. എന്ന് പറയുന്നത് പോലെ വ്യക്തി കേന്ദ്രീകൃത അധികാരങ്ങളിലേക്ക് ചുരുങ്ങുന്നവർക്ക്, ഞാനാണ് പാർട്ടി എന്ന് പറയുന്നവർക്ക് ഈ തിരിച്ചടി ഏൽക്കുന്ന കാലമാണ്. വിമർശനങ്ങൾ നേരത്തെ ഒന്നും കേൾക്കാതിരുന്ന വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന കാലമാണ്. അത് പിണറായി വിജയനാണെങ്കിലും നരേന്ദ്രമോദിക്കാണെങ്കിലും എന്ന് പറയുകയായിരുന്നു ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അല്ല, ഞാൻ അങ്ങനെ പാർട്ടി പറഞ്ഞല്ല. അല്ല, നേരത്തെ ഹസ്കർ പറഞ്ഞല്ലോ, ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു ഇതുവരെ CPM. നേരത്തെ ഹസ്കർ പറഞ്ഞ ഭാഷ അതാണ്. BJP ഇരുമ്പ് മറയിലുള്ള പാർട്ടിയല്ല. ഇവിടെ വിമർശിക്കാം, വിമർശനം അതിശക്തമാണ്. നിങ്ങൾ ആരെയൊക്കെ വിമർശിച്ചു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടൽ ബിഹാരി വാജ്പേയി വിമർശിച്ചിട്ടില്ലേ? അദ്വാനി വിമർശിച്ചിട്ടില്ലേ? നരേന്ദ്രമോദി വിമർശിച്ചിട്ടില്ലേ? വിമർശനം വളരെ ശക്തമായി നടത്തും. വിമർശനം നടത്താനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പാരൻ്റ് ഓർഗനൈസേഷനുണ്ട്. ആ പാരൻ്റ് ഓർഗനൈസേഷൻ വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയും. പക്ഷേ CPM-ൻ്റെ സ്ഥിതി അതാണോ? ഞാൻ പറയുന്നത് അഹങ്കാരം എന്ന് പറയുന്നത് ബി ഗോപാലകൃഷ്ണൻ തെറ്റാണെന്ന് തോന്നുന്നില്ല അല്ലേ? അധികാരത്തിന്റെ അഹങ്കാരം ഉണ്ടായി എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു വിമർശനമാണെന്ന് ബി ഗോപാലകൃഷ്ണൻ തള്ളുന്നില്ല. ഞാൻ അധികാരത്തിൽ വരുന്നവരാരും അഹങ്കരിക്കരുത്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിലാർക്കാ സംശയമുള്ളത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവും അഹങ്കരിക്കാൻ പോയിട്ടില്ല. അഹങ്കരിക്കാൻ പോവാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് 240 സീറ്റെങ്കിലും 3-ാം തവണയും കിട്ടിയത്. 3-ാമത്തെ പ്രാവശ്യമാണ്, 1-2 പ്രാവശ്യമല്ല. 3-ാമത്തെ പ്രാവശ്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്ന, ഇന്ത്യൻ ചരിത്രത്തിൽ അധികാരത്തിലേക്ക് വരുന്ന 3-ാമത്തെ പ്രധാനമന്ത്രി. ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു 3-ാം പ്രാവശ്യം വന്നിട്ടുണ്ടാവാം, പക്ഷെ അദ്ദേഹത്തിനൊരു ഓപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്പോസിഷൻ്റെ ശക്തമായിട്ടുള്ള ഓപ്പോസിഷൻ ഈ ഇന്ത്യയിലുള്ള സകല പാർട്ടിയും ഒരുമിച്ച് കൂടി എതിർത്തിട്ടും ഭാരതത്തിൽ 3-ാം പ്രാവശ്യവും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഹങ്കാരമില്ല എന്നാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പിണറായി വിജയനുമായിട്ട്. പിണറായി വിജയൻ തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു സമീപനമല്ലേ സ്വീകരിച്ചത്. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു തെറ്റ് തിരുത്തലും CPM-ൽ നടക്കില്ല. തെറ്റ് തിരുത്തൽ രേഖയുണ്ടാവും. ആ രേഖ കൈരേഖയായി, പിണറായി വിജയൻ്റെ കൈരേഖയായി മാറും. കാരണഭൂതൻ, ഞാൻ 2 ഉദാഹരണം പറയാം നിങ്ങളോട്. കാരണഭൂതൻ എന്ന് വിളിച്ച്, സൂര്യനും ചന്ദ്രൻ എന്ന് വിളിച്ച് വല്ലാതെ പുകഴ്ത്തിയപ്പോൾ ഇവരൊക്കെ ആരായിരുന്നു? പോരാളികളായിരുന്നു. ഇപ്പം കാരണഭൂതൻ കടൽക്കിഴവനാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ ഇവരൊക്കെ വെട്ടുകളികളാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, G. സുധാകരൻ ആലപ്പുഴയിലെ മണ്ണിൻ്റെ മനസ്സുള്ള, മണ്ണിൻ്റെ നിറവും ഗന്ധവും രുചിയുമുള്ള ഒരു ഈഴവ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി വളർന്നു വന്ന ഒരു സാധാരണക്കാരനായ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. അദ്ദേഹത്തെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന ഏതെങ്കിലും ഈഴവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന ആളല്ല G. സുധാകരൻ. അങ്ങനെ തെറ്റിദ്ധാരണയാണ്. അല്ല, നിങ്ങൾ ആ ഈഴവ എന്നുള്ളത് മാറ്റി വെച്ചോളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ
നിങ്ങൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ, എനിക്കതിൽ വിരോധമില്ല. അല്ല ഞാൻ പറഞ്ഞത് അത് മൊത്തം ഫാക്ട് എററാണ്. അത് ഈഴവ പ്രസ്ഥാനം എന്നുള്ളത് നിങ്ങൾ മാറ്റി വെച്ചോളുന്ന. അല്ല ഞാൻ പറയുന്നത് എങ്ങനെയാണ്, അത് മൊത്തം ഫാക്ട് എററാണെന്ന് പറയാം. ഒന്നാമത് ഈഴവ പ്രസ്ഥാനമല്ല, CPM ആണ്. മാത്രമല്ല ആയിക്കോട്ടെ, ഞാനത് ശരി പറയും, ഞാനത് മാറ്റിയെന്ന്. എന്തൊരു കഷ്ടം, ഞാനത് മാറ്റിയപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും അതിമൊക്കെ കിടന്ന് പിടിക്കണമെന്നില്ല. നിങ്ങൾക്ക് പൊള്ളുമെന്ന് എനിക്കറിയാം. അതിലേക്ക് തന്നെ ഊന്നുന്നത് അല്ല പൊള്ളുന്നതല്ല. ഇത് ഒന്നാമത് ജി സുധാകരൻ ഏതെങ്കിലും ഈഴവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്ന ആളല്ല. മാത്രം അദ്ദേഹത്തിന് ഈഴവ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിയേയില്ല. വേണ്ട, സാധാരണ അതത് സമുദായത്തിലുള്ളവരെയാണല്ലോ ഈഴവ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുക. വേണ്ട. ഞാൻ അല്ലേ ശ്രീ വി ഗോപാലൻ, ഞാൻ ഫാക്ടുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. താങ്കൾ നിർത്തിയോ? താങ്കൾ നിർത്തിയോ? പറഞ്ഞോളൂ. ഒരു ഈഴവ പ്രസ്ഥാനം മാറ്റിവെച്ചോളൂ. ഒരു ഈഴവ സമുദായക്കാരൻ, ഒരു പിന്നോക്കക്കാരൻ എന്ന നിലയിൽ അതും വേണ്ട എന്ന നിലയിൽ അല്ല സാർ, ഞാൻ അതാ പറയുന്നത്. സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സാർ, ഞാൻ അതാണ് പറയുന്നത്. ഈഴവ സമുദായക്കാരനല്ല ജി സുധാകരൻ. സത്യസന്ധനല്ലേ സാർ? ഈഴവ സമുദായക്കാരനല്ല സാർ ജി സുധാകരൻ. അല്ലെ, നിങ്ങൾ അത് മാറ്റി വെച്ചോളൂന്ന് താങ്കൾ പിന്നെയും പറയാണ്. ശരി, വേണ്ട, ഞാൻ അതിലേക്ക് മാറ്റി വെക്കുന്നു. ശരി, വേണ്ട, മാറ്റിവെച്ചു. സത്യസന്ധനായ, ഞാൻ മനസ്സിലാക്കി അങ്ങനെ ആയിരുന്നു. അതിൽ നിങ്ങൾക്ക് ഞാൻ മാറ്റി വെക്കുന്നു. സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി നിങ്ങൾക്ക് കൂട്ടാലോ? ഉറപ്പായും സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കൂട്ടാലോ? ഞാൻ സത്യസന്ധനായ നയാ പൈസ അഴിമതി കാണിക്കാത്ത, എൻ്റെ അക്കോർഡിംഗ് ടു മൈ ഇൻഫർമേഷൻ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അഴിമതിയില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, സത്യസന്ധമായ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ആ കമ്മ്യൂണിസ്റ്റുകാരനെ ഇന്ന് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ് വിളിച്ചത്. ആ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ആ പാർട്ടിയിലുള്ള ഒരാൾ വിളിക്കുമ്പോൾ ഒരക്ഷരം പറയാൻ ഇന്ന് CPM-ലെ ഒരു നേതാവും തയ്യാറായിട്ടില്ല. ഒരാൾ പോലും അദ്ദേഹത്തെ, ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അത് ചെയ്തത് ശരിയല്ല എന്ന് പറയാനോ തയ്യാറാവുന്നില്ല. ഇനി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ എന്നുവെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ, വെള്ളാപ്പള്ളി നടേശന് എല്ലാ കാലഘട്ടത്തിലും CPM-ന് അനുകൂലമായി നിൽക്കുകയും CPM-ന് വേണ്ടി സംസാരിക്കുകയും ചെയ്ത ആളാണ്. പല സന്ദർഭങ്ങളിലും നിഷേധിക്കാനൊന്നും ആർക്കും കഴിയില്ല. ആ വെള്ളാപ്പള്ളി നടേശൻ CPM-ന് വന്നിട്ടുള്ള അപജയത്തെക്കുറിച്ച് ഇന്ന് തുറന്നു പറഞ്ഞു. അപ്പോൾ തുറന്നു പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ നാറി എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക മതസംഘടനയുടെ, ഭീകരവാദ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു മതസംഘടനയുടെ വക്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും CPM-ന് പറയാൻ തയ്യാറല്ല, അവിടുത്തെ നേതാക്കന്മാർ പറയാൻ തയ്യാറല്ല. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളാണ് ആ പറഞ്ഞതുകൊണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും കുറവ് ജി സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ അതിനെ തടയിടേണ്ടതായിരുന്നു. കറക്ഷൻ ആണ് എങ്കിൽ പക്ഷെ ആ പാർട്ടിയിൽ നിന്ന് ജി സുധാകരനെ എങ്ങനെ പുറത്താക്കാം എന്നതാണ് അവർ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞു അതിനുശേഷം വരുന്ന ജി സുധാകരന്റെ അഭിമുഖം താങ്കൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. ജി സുധാകരൻ താങ്കൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ BJP-ക്ക് അനുകൂലമായി പറയുന്നതല്ല. ശോഭാ സുരേന്ദ്രനെതിരെ രൂക്ഷവിമർശനം നടത്തുകയാണ്. അല്ലാതെ ജി സുധാകരൻ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യം പാർട്ടിക്ക് പുറത്ത് ശക്തമായ ഭാഷയിൽ പറയുന്നു എന്നുള്ളത് ശരിയാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി പറയുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് 24-ലെ ഒരു അവതാരകൻ, ശ്രീ ബി ഗോപാലൻ, അദ്ദേഹം പറഞ്ഞത് 24-ലെ ഏതോ ഒരു അവതാരകൻ പിണറായിക്കെതിരെ അതിശക്തമായ ശബ്ദം ഉയർത്തുന്നു. അയാളുടെ ശബ്ദം കേട്ടാൽ ഗർഭം കലങ്ങിപ്പോകുന്ന പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ പറഞ്ഞ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. 24-ലെ ഏതോ ഒരു അവതാരകന്റെ ശബ്ദം കേട്ടാൽ തന്നെ ഗർഭം കലങ്ങിപ്പോകുന്ന ശബ്ദത്തോടെ ഒരു അവതാരം ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ പറഞ്ഞ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ അദ്ദേഹത്തോട് വിരോധം ഉണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു 10 വട്ടം പറയും. ഞാനും പറയും. അഴിമതിയില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ 10 വട്ടം പറയും. വിഷമമുണ്ടാവും. ഒരു വിഷമമില്ല. അല്ലല്ല ബി ഗോപാലൻ, ഇവിടെ ഇനി എന്നെ ഉദ്ദേശിച്ചാണ് ഗർഭം കലങ്ങുന്ന അവതാരകൻ എന്ന് പറഞ്ഞാലും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ജി സുധാകരൻ അഴിമതി തൊട്ടു തീണ്ടാത്ത, കറപ്റ്റ് അല്ലാത്ത, അഴിമതിയെ പറ്റി ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു CPM നേതാവാണ്, ഒരു റിയൽ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് എനിക്കൊരു തർക്കം കരുത്തില്ല. ഇനി അദ്ദേഹത്തിനെ പറ്റി എന്ത് പറഞ്ഞു എന്ത് വിചാരിച്ചിരുന്നാലും ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. CB ഗോപാലകൃഷ്ണൻ, ശരി. അല്ലല്ല, ഒരു മിനിറ്റ് ഞാനത് തീർത്തോട്ടെ. പറഞ്ഞു. ആ ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പുറത്താക്കാനുള്ള കരുക്കൾ അവിടെ നീക്കുന്ന സമയത്ത് ഈ നേതാക്കന്മാർ, ഈ എന്താ പറയുക, കരുതലുള്ള നേതാക്കന്മാർ, ഈ തെറ്റുതിരുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ മൗനമാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഒരു വരിയിൽ ഞാൻ തീർക്കാം. ഒരു മാറ്റവും ഉണ്ടാവില്ല. നിയമവാഴ്ചയിൽ വിശ്വസിക്കാത്ത ഒരു പാർട്ടി, സർക്കാർ ജനങ്ങളുമായി ഒരു ബന്ധവും കാണിക്കാത്ത ഒരു പാർട്ടി, സർക്കാരിന് വാസ്തവത്തിൽ ജനങ്ങളുമായിട്ടാണ് കൂടുതൽ ബന്ധമുണ്ടാവുന്നത്. ആ ജനങ്ങളെ DYFക്കാർ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് തലക്കടിച്ച്
മാരകമായി പരിക്കേൽപ്പിച്ച് കൊല്ലുന്ന ശരി സമയത്ത് ശരി സ്വന്തം ശരി പാർട്ടിയിലെ അതടക്കം ആളുകൾ അതടക്കം ചർച്ചയിലേക്ക് വരുമെന്നാണ് നാട്ടിലും ഞാൻ എത്താം. ശ്രീ രാഹുൽ പറമ്പിലും മങ്കൂട്ടത്തിൽ എല്ലാം ഇവിടെ ബോംബുകൾ വർഷിക്കുന്ന സമയത്ത് ശരി, ഇവർക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ശരി. ശ്രീ രാഹുൽ ഇവർ മങ്കൂട്ടത്തിൽ സ്വയം ഇവിടെ നശിക്കുകയല്ലാതെ ഇവിടെ ഒരു മാറ്റവും അനിവാര്യമായ നാശമാണ് ചരിത്രപരമായിട്ട് അവർക്കുള്ളത്. ഓക്കെ, ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ ഇവിടെ നരേന്ദ്രമോദി പിണറായി വിജയൻ താരതമ്യം എന്താണ് അത് അസംഗതമാണ് എന്ന് പറയുന്ന ബി ഗോപാലകൃഷ്ണൻ അതിന് മറുപടി. രണ്ട്, ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ 2019 സമാനമായ വലിയ പരാജയം ഏറ്റുവാങ്ങി CPM. അതിന് കാരണങ്ങളുണ്ടായി. അതിന് രാഹുൽ ഗാന്ധി ഇമ്പാക്ട് ഉറപ്പായും ഉണ്ടായി. അതിൽ ശബരിമല വിഷയം ഉറപ്പായും ഉണ്ടായി. അതിനുശേഷം CPM അതിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സമീപകാല ചരിത്രത്തിൽ നടത്താത്ത വലിയ എക്സസൈസ് ഗ്രൗണ്ടിൽ നടത്തുന്നു. ആ ഗ്രൗണ്ടിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ജനങ്ങളോട് ജനങ്ങളെ അവർ കേൾക്കുന്നു, അതിന് പ്രകാരം തിരുത്തുന്നു. അതിൻ്റെ ഗുണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു, അതിൻ്റെ ഗുണം ഭരണ തുടർച്ച എന്നുള്ള നിലയ്ക്ക് നിയമസഭയിൽ ഉണ്ടാകുന്നു. അപ്പോൾ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ തിരുത്തൽ അസാധ്യമായ പാർട്ടിയാണോ CPM? രാഹുൽ മങ്കൂട്ടത്തിൽ ശ്രീ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് മറുപടി സംഭവിച്ചിട്ടില്ല. ഈ തുടക്കഘട്ടത്തിൽ അബ്കി ബാർ 400 പാർ രാഹുൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമാണ്, ഇപ്പം തിരികെ എത്താം. ആ പ്രശ്നം പരിഹരിച്ചെന്ന് തോന്നുന്നു. രാഹുൽ പറഞ്ഞോളൂ. ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞത് BJPക്ക് യാതൊരുവിധമായ ക്ഷീണവും സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ആദ്യഘട്ടം ഓർമ്മയുണ്ടാകും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പറഞ്ഞത് അബ്കി 400 സീറ്റുമായി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം BJPക്ക് 400 സീറ്റ് എന്ന് പറഞ്ഞിട്ട് കേവല ഭൂരിപക്ഷം തികയ്ക്കുവാൻ കഴിയാതെ ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു കാലഘട്ടത്തിലും വശമില്ലാത്ത മുന്നണി ശ്രീ നിതീഷ് കുമാർ യാദവും രാംവിലാസ് പാസ്വാൻ നയിക്കുന്ന പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിയും ഒക്കെ റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് കുപ്പുകുത്തിയിട്ടും ഇവർക്ക് അതൊരു വീഴ്ച. അത് മതേതര ഭാരതത്തിന്, ജനാധിപത്യ ഭാരതത്തിന് ഒരു ശുഭസൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. BJP ഒരു തിരുത്തലും വരുത്താൻ പാടില്ല. ഇങ്ങനെ തന്നെ പോകണം. ഇങ്ങനെ തന്നെ പോയാലേ ഈ രാജ്യത്തെ ജനങ്ങൾ ഇവരെ പാഠം പഠിപ്പിക്കുകയുള്ളൂ. ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യത്തെ 4 റൗണ്ട് വരെ കൗണ്ടിങ് നടക്കുമ്പോൾ ഈസി വാക്ക് ഓവർ പ്രതീക്ഷ മണ്ഡലമാണെന്ന് ആലോചിക്കണം. അജയ് റായ് എന്ന് പറയുന്ന നേതാവിനെ പുച്ഛിച്ച് പരിഹസിച്ച അവിടെ പ്രചരണത്തിന് പോയ മുഴുവൻ ആളുകളും അവിടുത്തെ BJPയുടെ സംസ്ഥാന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അജയ് റായ് അധിക്ഷേപിച്ച വാക്കുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് വിട്ടേക്കൂ. അങ്ങനെ അധിക്ഷേപിച്ച ഒരു മനുഷ്യൻ 4 റൗണ്ടാണ് ഇന്ത്യയുടെ ഈ കൊടുകുത്തി വാഴുന്ന സ്വേച്ഛാധിപതിയും ഏകാധിപതിയും കിരീടവും ചെങ്കോലുമുള്ള ഒരു സ്വേച്ഛാധിപതി ചക്രവർത്തിയുമായ നരേന്ദ്രമോദിയെ പിന്നിൽ നിർത്തിയ 4 റൗണ്ടാണ്. ഈ ശ്രീ നരേന്ദ്രമോദിയേക്കാൾ ഭൂരിപക്ഷം ആർക്കുണ്ട്? ഇവരുടെ UPയിലെ BJPയുടെ ഉപമുഖ്യമന്ത്രി ഉണ്ട്, കേശവ് പ്രസാദ് മൗര്യ അമേഠിയിൽ മത്സരിച്ച ശർമാജിയെ പറ്റി പറഞ്ഞത് ഇത് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ ബാല്യക്കാരനാണെന്നാണ്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ അങ്ങനെ ഞാൻ പറയില്ല, കാരണം 40 വർഷക്കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനാണ് ശർമാജി. അപ്പോൾ ആ ശർമാജി ഇനി ബാല്യക്കാരനാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ ബാല്യക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയേക്കാൾ ഭൂരിപക്ഷം വാങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടും നിങ്ങൾക്ക് തിരുത്താൻ തോന്നുന്നില്ല എങ്കിൽ സന്തോഷം. ഇനി നിങ്ങൾ ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുവാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയ അയോധ്യ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ ഫൈസാബാദ് മണ്ഡലത്തിൻ്റെ MP-യുടെ പേര് ഇന്ത്യ മുന്നണിയുടെ നേതാവായ അവധേഷ് പ്രസാദ് ആണെന്നും ആ അവധേഷ് പ്രസാദ് പരാജയപ്പെടുത്തിയത് നിങ്ങൾ രാം ലല്ലയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ലല്ലു സിംഗിനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്തെ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയ 9 ഇടങ്ങളിൽ BJP ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. ലഖീംപൂർ കേരി പോലെ ഈ രാജ്യത്തിന്റെ പൊതുമനസാക്ഷി ആകെ ഞെട്ടൽ രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ ഇവരുടെ മുന്നണി സ്ഥാനാർത്ഥി അവരുടെ ഏറ്റവും വലിയ കോട്ടയാണ്, അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്ത് BJPക്ക് കനത്ത പ്രഹരമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ തർക്കവുമില്ല. പ്രതിപക്ഷ നേതാവിനെ പോലും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ ചിരാഗ് പാസ്വാന്റെയും ആ ചന്ദ്രശേഖർ റാവുവിൻ്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെയും ഒക്കെ പിന്നാലെ നടന്നതിനെ പറ്റിയൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. പോട്ടെ, ഇനിയും ഇന്നത്തെ ചർച്ചയുടെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ ശ്രീ ഹാഷ്മി,
ഏത് രീതിയിലുള്ള തിരുത്തലുകളാണ് CPM വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ തിരുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ, അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ ഒക്കെ തിരുത്തിയിട്ടുള്ള ഒരു വാചകം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ശ്രീ പിണറായി വിജയന്റെ നാവിൽ നിന്ന് വന്നിട്ടുള്ള വെർബൽ ഡയറിയെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ, അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത ആളുകളെയൊക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന്. കാലം കാത്തുവച്ച ജനനേതാവാണ്, സൂര്യ തേജസ്സാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പാടി പുകഴ്ത്തിയ നമ്മുടെ പത്തനംതിട്ടക്കാരനായ കൂർലോസ് തിരുമേനി, പത്തനംതിട്ടയിലാണല്ലോ അദ്ദേഹത്തിന്റെ ആശ്രമമുള്ളത്, ആ കൂർലോസ് തിരുമേനി ഈ സർക്കാരിനെ ഒന്ന് വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചത് വിവരദോഷി എന്നാണ്. ഇനി പരനാറി പ്രയോഗം ആവർത്തിക്കുന്നു, കുലംകുത്തി പ്രയോഗം ആവർത്തിക്കുന്നു, നികഷ്ടജീവി പ്രയോഗം ആവർത്തിക്കുന്നു. അപ്പൊ തൻ്റെ നാവിൽ നിന്ന് വരുന്ന അബദ്ധജടിലമായ വെർബൽ ഡയറിയെ പോലും തിരുത്തുവാൻ തയ്യാറാകാത്തൊരു മുഖ്യമന്ത്രി, ഒരു ഏകാധിപതി ഏത് തരം തിരുത്തലുകൾക്ക് വിധേയമാകുമെന്ന് നിങ്ങൾ പറയുന്നത്? ഇന്നത്തെ ദിവസം നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ തിരുത്തൽ വരുത്തുന്ന ഒരു പ്രസ്ഥാനമാണോ? ഇന്ന് ഒരു പെൺകുട്ടിയുടെ പ്രതികരണം മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. എന്താ? കണ്ണൂരിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ തേങ്ങയാണെന്ന് പറഞ്ഞ് എടുത്തത് ബോംബായി പോയി. ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ബോംബ്, ആ ബോംബ് പൊട്ടിത്തെറിച്ചൊരു മനുഷ്യൻ മരണപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. അപ്പോൾ വീടുകളുടെ വളപ്പിൽ സാർവത്രികമായി ലഭിക്കുന്ന രീതിയിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണോ നമ്മൾ തിരുത്തൽ വരുത്തുമെന്ന് പറയുന്നത്? ഇതുപോലെ ഇരട്ടത്താപ്പുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്തായിരുന്നു? കോൺഗ്രസിനെ, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. രാഹുൽ ഗാന്ധിക്ക് പഴയൊരു പേരുണ്ട്. ഏതാ? രാഹുൽ ഗാന്ധിയെ സൈബർ ഹാൻഡിലുകളും നരേന്ദ്രമോദിയും പപ്പു എന്ന് വിളിച്ചിരുന്ന പേര്, ആ പേര് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ആവർത്തിച്ചിട്ടില്ല, അമിത്ഷാ ആവർത്തിച്ചിട്ടില്ല. കാരണം ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഒരു തരംഗമായി മാറിയെന്ന് സെൻസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും രാഹുൽ ഗാന്ധി അത്തരത്തിൽ അധിക്ഷേപിക്കുവാൻ അവർ തയ്യാറായില്ല. BJP ഹാൻഡിലുകൾ സംഘപരിവാർ കൊണ്ടുവന്ന ആ ചാർത്തി കൊടുത്ത പട്ടം ഇത്തവണ അതിന്റെ വക്താവായി മാറിയത് ആരാണ് ശ്രീ ഹാഷ്മി? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ ഒന്ന് സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു MLA ശ്രീ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ DNA എന്ന് പറയുമ്പോൾ ആരുടെ DNA? ശ്രീ രാജീവ് ഗാന്ധി. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ വിദേശ നയത്തിന് വേണ്ടി രക്തസാക്ഷി ആകേണ്ടി വന്ന ഒരു മനുഷ്യൻ, ഈ രാജ്യത്തിന് വേണ്ടി കൊല്ലപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്റെ മകന്റെ DNA പരിശോധിക്കണമെന്ന് പറയുന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചില്ലേ? ആ MLA ശ്രീ പിണറായി വിജയൻ താക്കീത് കൊടുത്തു. ഉലിങ്ങിച്ചിരിക്കല്ലേ ചെയ്തത്? രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആ MLA പ്രോത്സാഹിപ്പിച്ചു. ആ MLAയുടെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 59,000 വോട്ട ജനങ്ങൾ മുഖത്തടിച്ചു കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 2, കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ BJP അവർക്ക് വിമർശിക്കേണ്ട. ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല. ഏത്? രാജ്യം മുഴുവൻ സമരം ചെയ്തൊരു പാർട്ടിയുടെ നേതാവിനെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് കേരളത്തിൽ ഇദ്ദേഹം എന്താ ചെയ്തത്? ഞാൻ അതാ പറഞ്ഞത്, ഇരട്ടത്താപ്പെന്ന്. കേരളത്തിൽ ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ആദ്യം കേസെടുത്തത് യോഗി ആദിത്യനാഥ് അല്ല, മനോഹർലാൽ ഖട്ടർ അല്ല. ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിനെതിരായിട്ട് ആദ്യ കേസെടുത്തത് പിണറായി വിജയന. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് സമരം നടത്തുന്ന ആളുകളുടെ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് ഒരാളുടെയെങ്കിലും കേസ് പിൻവലിച്ചിട്ടുണ്ടോ ശ്രീ ഹാഷ്മി? അങ്ങനെ ഇരട്ടത്താപ്പുകൾ കേരളത്തിലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ജനങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ, ഏറ്റവും ഒടുവിൽ കാഫിർ വരെയുള്ള പ്രയോഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകനാണെന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ 1 ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള, ഇസ്ലാമോഫോബിയ പടർത്തുന്ന ആളുകൾ, ഇത്ര വലിയ മുസ്ലിം വിരുദ്ധർ വേറെ ഉണ്ടോ കേരളത്തിൽ? ശ്രീ അഹമ്മദ് സാഹിബ്, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ശ്രീ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായി 1 UPA സർക്കാരിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ്, ആ കാലഘട്ടത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയ ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇന്ത്യയുടെ മതേതരത്വത്തിനേറ്റ മുറിവ് എന്നാണ്. ഏത്? ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലൊരു സെക്കുലർ പാർട്ടി, ആ പാർട്ടിയുടെ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചൊരു MP കേന്ദ്രമന്ത്രിയായപ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ മുറിവ് എന്ന് പറഞ്ഞത് കേരളത്തിലെ RSSന്റെ ഏതെങ്കിലും നേതാവല്ല, ശ്രീ VS അച്യുതാനന്ദ. അവിടം തൊട്ട് ഇങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം നാമധാരിയായ ശ്രീ ഷാഫി പറമ്പിലിനെ പോലെ അങ്ങേറ്റം ക്രെഡൻഷ്യലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായം മാത്രം തിങ്ങിപ്പാർക്കുന്ന പാലക്കാടിന്റെ MLA ആയി കടുത്ത വർഗീയത പറയുന്ന കാലത്ത് പോലും ആ സെക്കുലർ ഫയർ ബ്രാൻഡായ ഒരു നേതാവിനെ, അടുത്ത തലമുറയുടെ നേതാവിനെ, ഇവർ നാമത്തിന്റെ പേരിൽ, മുസ്ലിം നാമധാരിയുടെ പേരിൽ ഇവർ ചാപ്പ് കുത്തി കാഫർ പ്രയോഗവുമായിട്ട് വന്ന് വർഗീയവൽക്കരിക്കുവാൻ ശ്രമിച്ചില്ലേ? അതടക്കമുള്ള ഏത് കാര്യത്തിനകത്താണ് ഇവർ തിരുത്തൽ വരുത്താൻ നടത്തുന്നത്? ഇപ്പൊ ഈ തിരുത്തൽ വരുത്തുന്നു എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഇരുന്നുകൊണ്ടല്ലേ പാർട്ടിയെ ശ്രീ പിണറായി വിജയനെ വിമർശിച്ച ശ്രീ G സുധാകരനെ പോലെ ആലപ്പുഴയിൽ
ശ്രീ ജി സുധാകരനോട് രാഷ്ട്രീയത്തോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ, അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ കേരളത്തിൽ ശ്രീ പിണറായി വിജയനെതിരായി രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള CPM പ്രവർത്തകർ, ആ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകരുടെ വക്താവാണ് ശ്രീ ജി സുധാകരൻ. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി പശ വാങ്ങി പോസ്റ്റർ ഒട്ടിച്ച് ചുവടെഴുതുന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ, കൊടി പിടിച്ചും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചും വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തകൻ, അവൻ സ്വർണ്ണക്കടത്ത് നടത്താൻ വേണ്ടിയിട്ടല്ലോ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തത്, അവൻ EMCC അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടല്ലോ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തത്, ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടോ, പമ്പയിലെ മണലെടുത്ത് കടത്തുവാൻ വേണ്ടിയിട്ടോ, മാസപ്പടി വാങ്ങുവാൻ വേണ്ടിയിട്ടോ, കരിമണൽ കോഴ വാങ്ങുവാൻ വേണ്ടിയിട്ടോ, സ്വർണം കടത്തുവാൻ വേണ്ടിയിട്ടോ, എന്തിനേറെ പറയുന്നു ഭക്ഷ്യക്കിറ്റിനകത്തെ പർപ്പിടകത്തിന് വരെ കമ്മീഷൻ വാങ്ങുവാൻ വേണ്ടിയിട്ടോ, കോവിഡ് കാലത്ത് വിൽക്കുവാൻ വേണ്ടിയിട്ടോ. ശരി രാഹുൽ ഞാനത്താം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സഹാക്കളോട് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ പറയുന്ന രീതിയിലൊക്കെ ചില സഹാക്കൾ പ്രതികരിക്കുന്നുണ്ട്. പറഞ്ഞു ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഒറ്റ വാചകമുള്ളൂ. അങ്ങനെ ആ പാർട്ടി പ്രവർത്തകന്റെ വക്താവായി ശ്രീ ജി സുധാകരൻ ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ശ്രീ സലാം, അദ്ദേഹം ശ്രീ ജി സുധാകരനെ ആലപ്പുഴ ജില്ലയിൽ പാർട്ടി ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ വിളിച്ചത് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ശ്രീ ജി സുധാകരനെ അവിടുത്തെ കോൺഗ്രസ്സുകാർ വിളിച്ചിട്ടില്ല, അവിടുത്തെ BJP-ക്കാർ വിളിച്ചിട്ടില്ല, അവിടുത്തെ ഏതെങ്കിലും പാർട്ടിക്കാർ വിളിച്ചിട്ടില്ലാത്ത ഒരു പ്രയോഗം അവിടുത്തെ ഏറ്റവും തലമുതിർന്ന CPM നേതാവിനെ വിളിക്കുന്ന തരത്തിൽ ആ പാർട്ടി മാറുമ്പോൾ എന്ത് തരം തിരുത്തലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ശരിയാത്ത രാഹുൽ അവിടെ BN അസ്കർ ഓഫീസിലെ അല്പസമയത്ത് എത്തിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. പെട്ടെന്ന് അസ്കറിനെ ഇരുത്തിയാൽ നന്നായിരിക്കും എന്ന് PCR അഭ്യർത്ഥിക്കുകയുമാണ്. ശ്രീ BN അസ്കർ, താങ്കൾ ഫോണിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. ശ്രീ BN അസ്കർ, സെക്രട്ടേറിയറ്റ് തുടങ്ങുന്നതിൻ്റെ തൊട്ടു തലേന്നാൾ അസാധാരണമാവണ്ണം തോമസ് ഐസക് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ ഓൺലൈൻ മാധ്യമം നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഉയർന്നു കേട്ട അഴിമതി ആരോപണങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ടോ, ജനങ്ങളിൽ നകന്നത് ഇതിന് കാരണമായിട്ടുണ്ടോ, ക്ഷേമ പെൻഷൻ അടക്കം കിട്ടാതിരുന്നത് ജനം പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും അകലാൻ കാരണമായിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കണമെന്ന് പറയുകയാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ മാസപ്പടിയിൽ കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത 1.25 കോടി എന്തിനാണ് എന്നതിന് ഇപ്പം ബാക്കി എന്ത് സാങ്കേതികതയും ബാക്കി എന്ത് മാത്യുക്കുഴൽ നടന്ന ഹൈക്കോടതിയിലെ ഹർജി തള്ളുന്നതൊക്കെ പറഞ്ഞാലും 1.25 കോടി രൂപ എന്തിനാണ് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.25 കോടി എന്ന ഒരു ബിസിനസ്സിൽ ഈ 1.25 കോടി എന്നൊരു കോടിയല്ലായിരിക്കാം. പക്ഷേ ആ ക്ലാരിറ്റി ആ ക്ലാരിറ്റിയോടെ മറുപടി പറഞ്ഞ് ഇപ്പോഴും പാർട്ടിക്ക് കഴിയുന്നില്ല. അതടക്കം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഐസക് പറയുന്നത് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ കാരണമായിട്ടുണ്ടോ എന്ന ചോദ്യം. ശ്രീ ഹസ്കർ, ഇതടക്കം ഈ സംസ്ഥാന സമിതിയിൽ ചർച്ചയിലേക്ക് വരും എന്ന് കരുതാമോ? കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും സംസ്ഥാന സമിതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതിനൊരു തരത്തിലും സംശയം വേണ്ട. കാരണം ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തിയാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നിർഭാഗ്യവശാൽ ഹസ്കർ പറഞ്ഞോളൂ, കേൾക്കാം. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കനത്ത പരാജയമുണ്ടായി. ആ കനത്ത പരാജയത്തിൻ്റെ കാരണം ഒന്ന് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കേരളത്തിലെ മികച്ച സ്ഥാനാർത്ഥികൾ ശൈലജ ടീച്ചറെ പോലെയുള്ള കേരളത്തിലെ എണ്ണം പറഞ്ഞ ജനകീയ നേതാവ് വടകരയിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. തോമസ് ഐസക് ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ പരാജയപ്പെട്ടു. പാർട്ടിയുടെ PB അംഗം സഖാവ് A വിജയരാഘവൻ പരാജയപ്പെട്ടു. ഈ പരാജയങ്ങൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങളിൽ എവിടെയൊക്കെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ജനക്ഷേമ പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഏറ്റവും ഭരണവിരുദ്ധ വികാരമായി ഉയർന്നു വന്നത് ജനക്ഷേമ പെൻഷനാണ്. പക്ഷെ അത് പറയുമ്പോൾ പോലും കേരളം ഇന്ന് നേടിയ നേട്ടങ്ങൾ ആരോഗ്യമേഖലയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. മാത്രമല്ല കേരളം ഇന്ന് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ആ നേട്ടങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക നയങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിച്ചതിൽ പിശക് സംഭവിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി ഞങ്ങളുടെ നേതാക്കന്മാർ, അത് പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ PB തലം വരെയുള്ള നേതാക്കന്മാർ കാണിച്ചിട്ടുള്ള ധിക്കാരവും ധാർഷ്ട്യവും ജനങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത തുറന്ന് സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതൊക്കെ തിരുത്തുന്നതിനു വേണ്ടി നേരത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്നതും പറഞ്ഞു കണ്ടിരുന്നതും അനുഭവിച്ചറിഞ്ഞിരുന്നതും ഉയർന്ന ചിന്തയും
വിനയാന്വിതമായ ശിരസും ഹൃദയവിശാലതയും ലളിത ജീവിതവും കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സമൂഹത്തെ ആകർഷിച്ചിരുന്നു എങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി. താങ്കളുടെ ഒരു കാൽപ്പനിക ആഗ്രഹം താങ്കൾ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞില്ലേ, താങ്കൾ ഈ പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാർ ഫണ്ട് മുടക്കിക്കൊണ്ടുണ്ടായ പ്രശ്നമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്താണ് അന്ന് പട്ടിണിക്കാലത്ത് കോടിക്കോടി വിലയുള്ള പുതിയ ബസ്സുമായി ഇറങ്ങി പോട്ടെ, അത് കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉണ്ടായ പ്രതിഷേധങ്ങളെ ഈ പറയുന്ന മട്ടിൽ മണ്ടയടിച്ച് കീറുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും അതിനെ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിക്കുന്നതും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ബസ്സിൻ്റെ യാത്രയ്ക്കുടനീളം കേരളത്തിലുണ്ടായ ഒരു ഭീകരാന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതടക്കം പാളി എന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും സംസ്ഥാന സമിതിയിൽ ഉണ്ടോ എന്നതാണ് ചോദ്യം. ഹസ്കർ, അല്ല നമ്മുടെയൊക്കെ കാൽപ്പനിക ആഗ്രഹം പോലെ നടക്കും എന്ന് കരുതാവോ ഇപ്പോഴത്തെ CPM-ൽ? ഇന്നലെ വരെ ഹാഷ്മി, ഇന്നലെ വരെ നാം കേൾക്കാതിരുന്നത് പുറത്തും അകത്തും കേൾക്കുന്നു എന്നുള്ളതാണ് CPM-ലെ ഇനിയും പ്രതീക്ഷ നൽകുന്ന ഘടകം. ഇന്നലെ വരെ നാം ആരെയും വിമർശിച്ച് പൊതുമധ്യത്തിലോ മാധ്യമങ്ങളിലോ CPM നേതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ CPM നേതാക്കന്മാർ തന്നെ തുറന്ന് സമ്മതിക്കാനും തുറന്ന് ഏറ്റുപറച്ചിൽ നടത്താനും വിമർശനം നടത്തുന്നതിനുള്ള ധൈര്യം ഈ ഘട്ടത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിനപ്പുറം സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഉണ്ടാകും എന്നു തന്നെയാണ് കാണുന്നത്. വസ്തുതകളായി കാണാതെ അത് മറച്ചു വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇടതുപക്ഷം കേരളത്തിൽ ഇല്ലാതാകും എന്ന വസ്തുത തിരിച്ചറിഞ്ഞിട്ടുണ്ട് CPM. 2019 ശേഷം 2021 കേരളത്തിൽ എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാഹചര്യം സൃഷ്ടിക്കപ്പെടുക തന്നെയും. ഞങ്ങൾ ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങും. ഞങ്ങൾക്ക് വന്നിട്ടുള്ള പിശകുകൾ, കാരണം കേരളത്തിൽ ഇത്രയധികം പാർട്ടിയുടെ പ്രവർത്തകരും കേഡർമാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, സദാ ജാഗരൂകരായിരിക്കുന്ന പാർട്ടി പ്രവർത്തകർ കേരളത്തിലുണ്ട്. അവർ ഇതെല്ലാം മറന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സംവദിക്കുന്നുള്ള അവസരവുമായി ഇറങ്ങും. അപ്പോൾ നിങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ നാളിതുവരെ നടത്തിയിട്ടുള്ള ഇടതുവിരുദ്ധ മാധ്യമ വേട്ടയുണ്ട്. ആ വേട്ടയ്ക്കെതിരെ ഞങ്ങൾ ചെറുത്തുനിൽപ്പിനായി ഉപയോഗിച്ചത് സൈബർ ഇടങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമാണ്. അതിലും ഞങ്ങൾക്ക് ചില പിശകുകൾ പറ്റിയിട്ടുണ്ട്. അതടക്കം ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പിശകുകൾ ആകമാനം തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ടായിരിക്കും വരുന്ന ദിവസങ്ങളിൽ CPM-ന്റെ സംസ്ഥാന സമിതി സെക്രട്ടറി നിങ്ങൾ മാധ്യമങ്ങളുമായി സംവദിക്കുക എന്ന ആഗ്രഹം തന്നെ. ഇതൊരിക്കലും ഒരു കാൽപ്പനിക ആഗ്രഹമോ ഒരു ഉട്ടോപ്യൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയോ ആയി തരം താഴ്ത്തി നിങ്ങൾ കാണരുത്. ഞങ്ങൾ ആഗ്രഹിക്കുകയല്ല, അത് പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ള ആർജവം CPM-നുണ്ട്, കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. അതുതന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ CPM ഇല്ലാതാകും എന്ന് കരുതുന്നിടത്ത് നിന്ന് ഇല്ല, അങ്ങനെ CPM ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്നവർ ജനാധിപത്യ വിരുദ്ധരാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഒരു സമൂഹത്തിൽ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ശക്തമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഏതെങ്കിലും ഒരു പാർട്ടി നാറാണക്കൽ പിടിക്കണം എന്നാഗ്രഹിക്കാൻ കഴിയില്ലോ. തെറ്റുതിരുത്തി ശക്തമായി മുന്നോട്ട് വരണം. അത് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് പ്രധാനമാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ശ്രീ ഹസ്കർ, ചുരുങ്ങിയ പക്ഷം എൻ്റെ ആഗ്രഹം. ശ്രീ ബീഗോ, രാഹുൽ എന്താണ്? ഞാൻ എനിക്ക് ഒരു 2 മിനിറ്റ് തരുമോ? 2 മിനിറ്റ്. പറയൂ. ഹസ്കർ പറഞ്ഞതിനകത്തൊരു വിയോജിപ്പ് രേഖപ്പെടുത്താനാണ്. പറയൂ. അല്ല, ഇവർ തിരുത്തൽ വരുത്താനാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴെങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് സത്യസന്ധത, തിരുത്തൽ വരുത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സത്യസന്ധതയാണ്. 2 കാര്യങ്ങൾ ശ്രീ ഹസ്കർ, എനിക്ക് വലിയ ബഹുമാനമുള്ള എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞതിനകത്ത് തിരുത്തലുകൾ വരുത്തട്ടെ. ഒന്ന്, ഇവർ പറഞ്ഞു ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിൽ നമ്പർ 1 രംഗമായി കേരളത്തിലെ ആരോഗ്യരംഗം മാറ്റുന്നു. കേരളത്തിലെ ആരോഗ്യരംഗം ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകാപരമാണ്, എനിക്ക് തർക്കമില്ല. പക്ഷേ എൻ്റെ ചോദ്യം ശ്രീ ഹാഷ്മി, ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ കാര്യത്തിലേക്കുള്ളത്? ഇത് കാലാകാലങ്ങളെന്ന് പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ ഭാരതത്തിന് മുൻപ് കൊളോണിയൽ കാലഘട്ടം തൊട്ട് ഇവിടെ ട്രാവൻകൂർ മോഡലും മലബാർ മോഡലും ഉണ്ടായിരുന്നു ഹെൽത്ത് കെയറിനകത്ത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും നേട്ടമായിട്ടുള്ള ഒരു ആരോഗ്യരംഗത്തെ മുന്നേറ്റം ഈ സർക്കാരിന്റെ ക്രെഡിറ്റിൽ എങ്ങനെ ഇവർ കൊണ്ടുവയ്ക്കാൻ കഴിയുക? ഇനി മാത്രമല്ല ഇവരുടെ സംഭവിച്ചത് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾക്ക് കോവിഡ് ബാധിച്ച 2ാമത്തെ സംസ്ഥാനത്തിന്റെ പേര് കേരളം, 1ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയും കേരളവും തമ്മിലുള്ള കോവിഡ് രോഗികളുടെ ആകെ എണ്ണ വ്യത്യാസം 9 ലക്ഷമാണ്. പക്ഷേ ജനസംഖ്യയിലെ വ്യത്യാസം 10 കോടിയുടെ വ്യത്യാസമുണ്ട് മഹാരാഷ്ട്രയും കേരളവും തമ്മിൽ. ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് രോഗികൾ മരിച്ച 2ാമത്തെ സംസ്ഥാനം കേരളമാണ്.
ഇന്ത്യയിലെ ഏറ്റവും അധികം പെർ ഡേ കേസുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമാണ്. ഇപ്പൊ കോവിഡ് ആരോഗ്യരംഗം ആകെ പൊളിഞ്ഞ് പാളീസായി. നിപ്പ, അതിന് നിപ്പയുടെ ഫസ്റ്റ് കോൺടാക്റ്റിലും സെക്കൻഡ് കോൺടാക്റ്റിലുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു. ആ ബാധിച്ച ആളുകളെല്ലാം കൊല്ലപ്പെടുന്നതിനെയാണോ ഇവർ പ്രതിരോധം എന്ന് പറയുന്നത്? ആ സമയത്ത് തന്നെ ആരോഗ്യരംഗത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മുന്നിലേക്ക് നമ്മൾ പോയെങ്കിൽ അത് ഏതെങ്കിലും സർക്കാരിന്റെ ഗുണമല്ല, ഒരു തർക്കമാക്കരുത്തില്ല. അത് കാലാകാലങ്ങളിലെ സർക്കാരുകൾക്ക് എന്താണ് അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് കേരളത്തിന്റെ ഒരു തനത് സ്വഭാവമാണ്. ഞാൻ എത്താം രാഹുൽ. ഒരു കാര്യം കൂടെ പറഞ്ഞു പൂർത്തിയാക്കും, പെട്ടെന്ന് പൂർത്തിയാക്കും. രണ്ട്, ശ്രീ ഹസ്കർ ഈ ഇടതില്ലെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞൊരു കമന്റിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കൗതുകമാണ്. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ രാജ്യത്ത് ബംഗാളിലോ ത്രിപുരയിലോ രാജസ്ഥാനിലോ അടക്കം CPM-ന്റെ മത്സരിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, എല്ലാം പോട്ടെ, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ദിണ്ടുഗിൽ പോലും ഒന്ന് പ്രചരണത്തിന് പോകാത്ത വിദേശ ടൂറിനെ പറ്റി പോയതിനെ പറ്റി വിമർശിക്കാൻ ആർജവമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ തിരുത്തലുകൾ നടത്തുകയുള്ളൂ. താഴെത്തട്ടിലെ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പക്ഷേ അത് ചോദിക്കുവാൻ അധികാരമോഹമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റ് തുറക്കുന്നതും ആ സീറ്റ് അവസാനിക്കുന്നതും കണ്ടതാണ് കേരളം. ഇവിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ വലിയ തിരിച്ചടിക്ക് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച കണ്ട നാടാണ് കേരളം. അതുകൊണ്ട് CPM മാറില്ല എന്ന ഒരു ശാപ സ്വഭാവത്തിൽ പറയാൻ CPM-നെ കുറിച്ച് പറ്റുമോ? സംഘടന താഴെത്തട്ടിലുള്ള പാർട്ടിയാണ് CPM. ബി ഗോപാലകൃഷ്ണൻ. ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് കോൺഗ്രസിൻ്റെ വക്താവ് മിസ്റ്റർ രാഹുൽ പറഞ്ഞത് ഞാനത് സൂചിപ്പിച്ചോട്ടെ. മിസ്റ്റർ രാഹുൽ, താങ്കൾക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. കാരണം താങ്കൾ പറഞ്ഞു വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞുപോയി. അത് ശരിയാണല്ലോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വാരണാസിയിൽ 3 പേരാണ് മത്സരിച്ചത്. ആ 3 പേരും കൂടി ഒരുമിച്ചാണ് ഇപ്രാവശ്യം മത്സരിച്ചത്. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ശശി തരൂരും ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു. CPM-ഉം അതുപോലെ BJP-യും ഒരുമിച്ച് മത്സരിച്ചാൽ ശശി തരൂർ ജയിക്കുമോ? ഇവിടെ വേണുഗോപാൽ, നിങ്ങളുടെ നേതാവ് വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചു. ശോഭാ സുരേന്ദ്രനും അവിടെ മത്സരിച്ച ആരിഫും ഒരുമിച്ച് ഒരു ടീമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചാൽ KC വേണുഗോപാൽ ഏതൊക്കെ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകും. അപ്പോൾ താങ്കളുടെ ആ വാദത്തിന് ഒരർത്ഥവുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടാൻ കാരണം അവിടെ വോട്ട് സ്പ്ലിറ്റായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വോട്ട് സ്പ്ലിറ്റാക്കാതിരിക്കാൻ ചില ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു. എന്നിട്ടും എന്ന് പറഞ്ഞാൽ 2 കൂട്ടരും ഒന്നായി നിന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ലോകാരാധ്യനായ നരേന്ദ്രമോദി അവിടെ 1.5 ലക്ഷം വോട്ടിന് ജയിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അമേഠിയിലെ കാര്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാൻ, ഞാനത് പേരുകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണോ, ഇങ്ങനെ ഇന്ത്യയിലുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെയും നിങ്ങൾ ഒരുമിച്ച് പിടിച്ചു ചേർത്തു. ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് ചേർത്തിട്ട് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു UP-യിൽ ഒരു സീറ്റ് പോലും, ഒരേ ഒരു സീറ്റ് വാരണാസി, ആ വാരണാസി അല്ലാതെ വേറെ എവിടെയും BJP ജയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, നിങ്ങൾ 2 തെരഞ്ഞെടുപ്പ് 10 വർഷം 2014 ശേഷം 2024 വരെയുള്ള ഈ 10 വർഷത്തിൽ നിങ്ങൾ കടന്ന്, നിങ്ങൾ ചെയ്ത, നിങ്ങൾ നടന്ന, നിങ്ങൾ പറഞ്ഞ സകല കാര്യവും, ഫാസിസവും ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും സകല കാര്യവും ഈ നാട്ടിലെ ജനങ്ങൾ കേട്ടു. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് 100 സീറ്റാണ് തന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി കിട്ടിയത് 240 സീറ്റാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ ശശി തരൂരിനെ പോലെ, KC വേണുഗോപാലിനെ പോലെ, താങ്കൾ പറഞ്ഞ മറ്റു നേതാക്കളെ പോലെയൊക്കെ ഉള്ളൊരു സാധാരണ നേതാവാണ് നരേന്ദ്രമോദി എന്ന് താങ്കൾ പറയുകയാണ്. ഒരു ദൈവാവതാരവും അല്ല, ഒരു അങ്ങനെ ഈ പറയുന്ന വലിയ ഓറ ഉള്ള ആളൊന്നും അല്ല. KC വേണുഗോപാലിനെ പോലെ, തരൂരിനെ പോലെ സാധാരണ രാഷ്ട്രീയ നേതാവാണ് മോഡി എന്ന് സമ്മതിക്കുകയാണ് ബി ഗോപാലകൃഷ്ണൻ. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിനകത്ത് ഹാഷ്മി ഹാലിളകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നേതാവിനെ കമ്പയർ ചെയ്തിട്ടല്ല, ഞാൻ പറഞ്ഞത് അവസ്ഥയാണ്. എന്താണ് അവസ്ഥ? 2019 വാരണാസിയിൽ മത്സരിച്ചതാരാ? നിങ്ങളെന്താ അങ്ങനെ ചിന്തിക്കാത്തെ? ഞാൻ അതാ പറഞ്ഞത്.
പിന്നെ നിങ്ങളിങ്ങനെ ഈ ശശി തരൂരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ 3 പേര് മത്സരിക്കുന്ന സമയത്താണ് ഭൂരിപക്ഷം കൂടിയത്. അവസ്ഥയാണ്. ഇപ്പം 2 കൂട്ടരും കൂടി ഒരുമിച്ച് മത്സരിക്കുമ്പം ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഇന്ത്യയിലുള്ള സകല കല്ലും മുള്ളും കാഞ്ഞിരക്കുരുവും മുള്ളും മുരുടും മൂർഖമ്പാമ്പും എന്ന് പറയുന്ന സകല ആളുകളെയും ഇന്നലെ വരെ തെറിവിളിച്ച ശിവസേനയടക്കം നിങ്ങൾ കൂട്ടുപിടിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ് ചേട്ടാ? നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ്? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഹാഷ്മിയുടെ ഈ ചർച്ചയിൽ അതിനുശേഷം ഇതുവരെ ഹാഷ്മി എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമില്ല. ഇനി അബിൻ ബർക്കി വന്നുപോയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഒരു വാദം വച്ചിരുന്നു, പരസ്യമായി മാപ്പ് പറയാം, അതുപോലെ ഹാഷ്മിക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കാം, ഇപ്രാവശ്യം BJP അധികാരത്തിൽ വരില്ല, ഇപ്രാവശ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യില്ല, ചെയ്താൽ ഹാഷ്മിക്ക് ബിരിയാണി, ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിൽ വരണം, പൊതുമാപ്പ് പറയും. പിന്നെ ഇന്ന് വരെ ആ ചങ്ങാതി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. പിന്നെ സ്വാഭാവികം അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയാണ്, ആ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. പക്ഷേ ഇപ്പോഴും 3ാം തവണവും ഭരിക്കുന്നത് ഞങ്ങളാണ്, അത് മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് നാളെ രാഹുൽ ഗാന്ധി ശക്തി ആർജിച്ച് ഒരു തരംഗമായി അങ്ങും വന്നോട്ടെ, ഒരു വിരോധവുമില്ല, വരണം. അതാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ. അപ്പം ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ തരംഗം ഉണ്ടാക്കും, ഞങ്ങളെങ്ങനെ മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ ആലോചിക്കും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. സ്വേച്ഛാധിപതി, ഏകാധിപതി കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട്. സ്വേച്ഛാധിപതിയാണെങ്കിൽ രാഹുൽ ഗാന്ധി നടക്കുമോ? ഒരു സ്വേച്ഛാധിപതി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ഇന്ദിരാഗാന്ധി. ജൂൺ 25 വരാൻ പോവുക. ജൂൺ 25 ഇന്ത്യയിൽ ഒരു സ്വേച്ഛാധിപതി. ആ ജൂൺ 25 ഓർക്കേണ്ട ദിവസമാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകാധിപതി, ഒരു സ്വേച്ഛാധിപതി, സാധാരണക്കാരനെയും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ തുറുങ്കിലടച്ച ഒരു സ്വേച്ഛാധിപതി, ഒരു ഏകാധിപതി ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ഏകാധിപതിക്ക് ശേഷം വേറെ സ്വേച്ഛാധിപതിയും ഏകാധിപതിയും ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. അല്ല, അവിടെ തൃശ്ശൂരിൽ ഇല്ല ഇന്ദിരാഗാന്ധി സർ, തൃശ്ശൂരിൽ അവിടെ ജയിച്ച സുരേഷ് ഗോപി പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്ന്. ഞാനൊന്ന് പറഞ്ഞു തീരട്ടപ്പ. സുരേഷ് ഗോപി പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്ന്. ഞാൻ ഇവിടെ സുരേഷ് ഗോപി ഇവിടെ സംസാരിക്കുന്ന ഗോപാലകൃഷ്ണനായി. സുരേഷ് ഗോപിയോട് പോയിട്ട് നിങ്ങൾ ചോദിക്കേ, സംസാരിക്കണേ. സുരേഷ് ഗോപി മത്സരിച്ച് ജയിച്ചത് CPM സ്ഥാനാർത്ഥിയായിട്ടല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ല. അങ്ങ് കഠിനാധ്വാനം ചെയ്തതല്ലേ സുരേഷ് ഗോപിക്ക് വേണ്ടി? ആ സുരേഷ് ഗോപി പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവെന്നാണ്. അങ്ങനെയൊക്കെ പറയാമോ? നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു അത് കോൺഗ്രസിന്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെ ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണ് സുരേഷ് ഗോപി പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? പറഞ്ഞോ ഇല്ലേ? ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണ് എന്ന് പറഞ്ഞ് ശരിയാണോ തെറ്റാണോ സംസാരിക്കുന്നത്? ഞാനിപ്പോ നിങ്ങളോടല്ലേ. അങ്ങ് പെണ്ണ് ഹിറ്റ്ലർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങയുടെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച കേരളത്തിലെ ഏക ലോക്സഭാ MP ഭാരതത്തിന്റെ മാതാവാണെന്ന് പറഞ്ഞാണ്. അത് വളരെ കൃത്യമായി ഞങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ മാതാവാണ്, കരുണാകരൻ പിതാവാണ്, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കറിയാം നിങ്ങൾക്ക് പൊള്ളുവെന്ന്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ തടസ്സപ്പെടുത്തുന്നത്. ജൂൺ 25 വരെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് മർദ്ദിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കി, അവരെ ജീവച്ഛവമാക്കിയ ആ ഇന്ദിരാഗാന്ധിയുടെ സന്തതിയാണ് നിങ്ങൾ. എന്നിട്ടാണ് വന്നിരുന്ന് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിനെയും ഞങ്ങൾ പിരിച്ചുവിട്ടിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാവിനെയും ഞങ്ങൾ അകാരണമായി ഇരുമ്പ് പറക്കുള്ളിൽ കൊണ്ടുപോയിട്ടില്ല, ഒരു സംസ്ഥാന നേതാവിനെയും ഞങ്ങൾ രാഷ്ട്രീയ നേതാവിനെയും ഞങ്ങൾ കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഞങ്ങൾ കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് നിരോധിച്ചിട്ടില്ല. നിങ്ങൾക്കൊരിക്കലും പറയാനാവില്ല. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുഴുവൻ നടക്കാൻ പറ്റില്ല. ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിന് മുമ്പ് ശേഷം അദ്വാനി രഥയാത്ര നടത്തിയപ്പോ ഏതാണ് കാലഘട്ടം എന്ന് എനിക്കറിയാലോ, ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അന്ന് ആ രഥയാത്രയെ തടഞ്ഞവരാണ്, അദ്വാനിയെ തടഞ്ഞവരാണ്, മുരളി മനോഹർ ജോഷിയെ തടഞ്ഞവരാണ്. പക്ഷേ ആ രഥയാത്ര രക്തമൊഴുക്കായിരുന്നു സാർ. രാഹുൽ ഗാന്ധി സ്നേഹത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടല്ലേ. ശരി ശാസ്കർ, താങ്കൾ പ്രതീക്ഷിക്കുന്നത് നാളെ സംസ്ഥാന സമിതി തീരാൻ പോകുന്നു, ഇറങ്ങാൻ പോകുന്ന വാർത്താക്കുറിപ്പിലോ അല്ലെങ്കിൽ MP ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴോ
ഈ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ കനത്ത പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരം കൂടിയാണ്. തെറ്റുപറ്റിയത് ആർക്കാണെങ്കിലും അത് ഇനി മുഖ്യമന്ത്രി ആണെങ്കിൽ കൂടിയും തിരുത്താൻ CPM ഒരു മടിയുമില്ല, അത് ജനത്തോട് തുറന്നു പറയുന്നു എന്ന് പറയും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ അസ്കർ ആത്മാർത്ഥമായി? ഹാഷ്മി, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടിക്ക് നിലനിൽപ്പില്ല. എവിടെയൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിൽ CPM തെറ്റുപറ്റിയിട്ടുണ്ടോ, ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയിട്ടുണ്ടോ, അത് ഏറ്റുപറച്ചിലിൻ്റെ കൂടി ഒരു വേദിയാവും MV ഗോവിന്ദൻ മാഷിൻ്റെ പത്രസമ്മേളനം തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പറയാതിരുന്നാൽ വീണ്ടും നാം ജനങ്ങളുമായി അകന്നുകൊണ്ടേയിരിക്കും എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി ഇക്കാര്യത്തിൽ പാർട്ടി ഒരു നിലപാടറിയിക്കും. ഇത് എങ്ങനെ തിരുത്താൻ കഴിയും, ഗവൺമെൻറ് എങ്ങനെ തിരുത്താൻ കഴിയും, അതുപോലെ പാർട്ടി നേതൃത്വത്തിന് എങ്ങനെ തിരുത്താൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു മാർഗരേഖ ഉണ്ടാകും. ആ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്ന 2 വർഷക്കാലം പാർട്ടി സുസജ്ജമായി പ്രവർത്തിക്കുക. കാര്യം ഇല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ വലിയൊരു ആശയ സമരം രൂപപ്പെടുകയും അത് വിസ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു വസ്തുത. സാധാരണ പാർട്ടി ഒരു ഘട്ടത്തിലാണ്. രാഹുൽ ചുരുങ്ങിയ വാക്കുകൾ പറയാമോ? ചുരുങ്ങിയ വാക്കുകൾ. ഒരു മിനിറ്റ്. നമ്മുടെ ഈ ചർച്ച ശ്രീ അബിൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ അബിനെ പറ്റി ഇവിടെ പരാമർശം ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ തമ്മിലുള്ള ബെറ്റിനെ പറ്റി പറഞ്ഞു. അബിൻ പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് 295 സീറ്റ് കിട്ടുമെന്ന്. ശരിയാണ്, അബിൻ പറഞ്ഞതിൽ നിന്ന് 50 സീറ്റ് കുറവാണ് ഇന്ത്യ മുന്നണിക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ബിരിയാണി വാങ്ങിത്തരുവാൻ അബിൻ തയ്യാറാണ്. പക്ഷെ അപ്പുറത്ത് അബിൻ പറഞ്ഞതിൽ 50 കുറഞ്ഞിട്ടുള്ളൂ. അപ്പുറത്ത് 400 സീറ്റിൽ അധികം BJP നേടുമെന്ന് പറഞ്ഞ് ശ്രീ ഗോപാലകൃഷ്ണൻ പറ്റി വെച്ചിരുന്നു. അപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് ഏതാണ്ട് 160 സീറ്റ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ശ്രീ ഗോപാലകൃഷ്ണൻ എത്ര ലോഡ് ബിരിയാണി ഇറക്കിയാൽ മതിയാകും? ഇനി എല്ലാം പോട്ടെ, ശ്രീ അബിൻ പറഞ്ഞ ബിരിയാണി ആ നിതീഷ് കുമാറിനോ പക്ഷെ 400 സീറ്റ് അല്ല ബി ഗോപാലകൃഷ്ണൻ ബെറ്റ് വെച്ചിട്ടുള്ള ഉറപ്പാണ്. അല്ലല്ല ഇപ്പൊ അബിൻ വർക്ക് ബിരിയാണി വാങ്ങാൻ തന്നെ തയ്യാറാണ്. അല്ലല്ല അബിൻ വർക്ക് ഇല്ല ബി ഗോപാലകൃഷ്ൺ ഇല്ല ബെറ്റ് വെച്ചിട്ടില്ല. പക്ഷെ താങ്കളൊന്ന് 400 നിൽക്കുകയായിരുന്നു. താങ്കൾ 400 സീറ്റ് നിൽക്കുകയായിരുന്നു. അല്ല താങ്കൾ 400 സീറ്റ് നിൽക്കുകയായിരുന്നു. അല്ല താങ്കൾ 400 സീറ്റ് നിൽക്കുകയായിരുന്നു. ഞാൻ 400 സീറ്റിന്റെ കാര്യവും പറഞ്ഞില്ല. അയ്യോ അത് പറയല്ലേ, അത് കള്ളം. അന്ന് 400 സീറ്റ് നിൽക്കുകയായിരുന്നു ഈ ഗോപാലകൃഷ്ണൻ. എനിക്ക് ബൈറ്റ് വീണ്ടും കയറിയ സമയത്തോണ്ടാ നിങ്ങൾ ആ സാധനം എടുത്ത് എനിക്ക് ബൈറ്റ് വീണ്ടും കയറിയ സമയത്തോണ്ടാ മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്ന് 400 സീറ്റ് അപ്പൊ ഈ 400 ഓടി പറഞ്ഞ് വെറുതെയാണ് അന്ന് ഗോപാലകൃഷ്ണൻ അറിയാവുന്നു. ചോദിച്ചോ, എടുത്തിട്. അതിനങ്ങനെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞ അന്ന് ഒരു ചർച്ചക്കിടയിൽ ശരി അല്ല അബിൻ വർക്കി ശരി അബിൻ ഞാൻ ധൈര്യമായി ചോദിക്കുന്നു, കാണിക്കേ. ശരി എനിക്ക് ബൈറ്റ് ഒന്നുകൂടെ പ്ലേ ചെയ്യാൻ സമയമില്ലാത്തോണ്ടാണ്. നമ്മുടെ ചർച്ചയുടെ സമയം കഴിഞ്ഞാൽ നമുക്ക് ശരി ഓക്കെ അല്ല ബിരിയാണി വാങ്ങിത്താൻ അബിൻ വർക്കി തയ്യാറാണ്. പക്ഷേ അബിൻ വർക്കി പറഞ്ഞ എന്താണ് 295 എത്രയാണ് എത്തിയ ഇന്ത്യ സഖ്യം? അബിൻ പറഞ്ഞതിൽ നിന്ന് 40 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അബിൻ പറഞ്ഞത് 40 സീറ്റും താങ്കൾ പറഞ്ഞത് 400 താഴോട്ട് പോയത് എത്രയാണ്? ശരി ഓക്കെ എന്തായാലും ആര് ജയിച്ചാലും തോറ്റാലും ബിരിയാണി നല്ലതാണ്. ഓക്കെ ശരി എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞ് ഒരിക്കൽ നമുക്ക് അബിനും പി ഗോപാലകൃഷ്ണൻ ഒരിക്കൽ കൂടി ഇരിക്കാന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞ് ക്ഷമിക്കണം. ഇനി എൻകൗണ്ടറിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി.